ആരോഗ്യ സംരക്ഷണമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി പുത്തനത്താണി നഗരത്തിൽ വെള്ളിയാഴ്ച രാവിലെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലഹരി ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനെതിരെ പോരാടാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത് വ്യക്തികളുടെ ആരോഗ്യത്തെയും കുടുംബങ്ങളെയും സമൂഹത്തെയും വലിയ തോതിൽ ബാധിക്കുന്നു. ലഹരിക്കെതിരെ പോരാടാൻ സമൂഹത്തിന്റെ സഹായവും പ്രതിബദ്ധതയും അത്യാവശ്യമാണ്. അതിന് സമൂഹം തയ്യാറാകേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്താൻ സമൂഹം ഒറ്റക്കെട്ടായിറങ്ങണമെന്നും കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒരു പ്രധാന തുരുത്തായി കേരളം മാറുന്ന ഈ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് അത് തടയാനുള്ള ഒരു ധർമ്മസമരത്തിലേക്കാണ് എൻ്റെ കൂട്ടുകാർ, പ്രിയങ്കരായ എൻ്റെ യുവ സഹോദരങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ വിദ്യാലയങ്ങൾ പുതിയത് രംഗത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതലാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഇടങ്ങൾ കയറി വരുന്നത്. ചുങ്കം റിയൽ റണ്ണേഴ്സിന്റെ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 500-ലേറെ ആളുകൾ അണിനിരുന്ന കൂട്ടയോട്ടം പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ തന്നെ സമാപിച്ചു. വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ അവരുടെ ടീം ജേഴ്സി അണിഞ്ഞ് ടീമായി പങ്കെടുത്തു. ചടങ്ങിൽ റിയൽ റണ്ണേഴ്സ് പ്രസിഡന്റ് ബാപ്പു ചുങ്കം അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ രണ്ടത്താണി, AP സബാഹ്, ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT ഹാരിസ്, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിഷാനി സാഹിർ, ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജാസിർ KP, MK സക്കറിയ, വിവിധ കക്ഷി രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികളായ A മമ്മു മാസ്റ്റർ, മൊയ്തു വെട്ടിച്ചിറ, കുഞ്ഞു ചുങ്കം, അഷ്റഫ് പുത്തനത്താണി, ഇല്യാസ് കടലായി, യാഹു കോലിശ്ശേരി എന്നിവർ സംസാരിച്ചു. നൌഷാദ് MV, K സൈനുദ്ദീൻ എന്ന PC എന്നിവർ ആരോഗ്യ സംരക്ഷണമാണ് ലഹരി എന്ന വിഷയത്തിൽ സംസാരിച്ചു. ഉസ്മാൻ ചേലക്കോട് ലഹരി വിരുദ്ധ സന്ദേശഗാനം ആലപിച്ചു. റിയൽ റണ്ണേഴ്സ് സെക്രട്ടറി ഷിഹാബ് പരിയാരത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൻസൂർ അലി TP, അലിമോൻ V, ഫൈസൽ AK, മജീദ് KV, ജിംഷാദ് P, മജീദ് PP, ഫൈസൽ CK, മാനു N, റസാഖ് KP, ഗഫൂർ കോട്ടക്കുളത്ത്, ബാപ്പുട്ടി ഹാജി TP, ആബിദ് മാനു, ഷിഹാബ് നെല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. TP ഷംസു സ്വാഗതവും ബദറുദ്ദീൻ കമ്പാല നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് പുത്തനത്താണി. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.